അലൈക്കും വറഹ്മത്തുള്ളാ. 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് BA ആർട്സ് വിഷയങ്ങൾ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളിൽ നിന്നും അഡീഷണൽ ലാംഗ്വേജ് ആയിട്ട് അറബിക്ക്, സെക്കൻഡ് ലാംഗ്വേജ് അറബിക്ക് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കോമൺ കോഴ്സ് അറബിക്കിൻ്റെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ തഹിയ്യാത്തുൻ വ തആറുഫുൻ എന്ന ഭാഗമാണ്. അറബി ഭാഷയുടെ സംഭാഷണ രീതികൾ പരിചയപ്പെടുത്തുന്നതിനും മറ്റുള്ളവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുന്നതിനും വേണ്ടിയാണ് ഇതുപോലെയുള്ള പാഠങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ തുടക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മളെങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, നമ്മളെങ്ങനെ പരിചയപ്പെടുത്തും എന്നതാണ്. കമ്മ്യൂണിക്കേഷനിൽ ആദ്യമായിട്ട് വേണ്ടതും നമുക്ക് മറ്റുള്ളവരോട് നമ്മെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്നതാണ്. വളരെ ലളിതമായ വരികളിലൂടെ, ലളിതമായ സംഭാഷണങ്ങളിലൂടെ പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഈ ചാപ്റ്റർ സജ്ജീകരിച്ചിട്ടുള്ളത്. തഹിയ്യാത്തുൻ വ തആറുഫുൻ. തഹിയ്യാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അഭിസംബോധന ചെയ്യൽ, സല്യൂട്ടേഷൻസ്. തആറുഫുൻ ഇൻട്രൊഡ്യൂസിങ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ, പരിചയപ്പെടുത്തൽ. അത്താരീഫ് ബിൻ നഫ്സ്. നമ്മളൊക്കെ എവിടെ ചെന്നാൽ, ഇൻ്റർവ്യൂവിനൊക്കെ ചെന്നാൽ പലപ്പോഴും ആദ്യം നമ്മളോട് പറയുന്നത് അരിഫ് നഫ്സക അല്ലെങ്കിൽ അരിഫി നഫ്സക്കി, സ്വയം പരിചയപ്പെടുത്താനാണ്. ഇപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നമ്മളെങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യും. അൽ മിസാൽ അൽ അവൽ, ഫസ്റ്റ് എക്സാമ്പിൾ. ഒരാൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുകയാണ്. അന സലാഹുദ്ദീൻ, അന ഹിന്ദി, അനമിൻ കൈരല, ഉമരി സമാനിയ അഷറ സനത്തൻ. ലളിതമാണ്. ഐ എം സലാഹുദ്ദീൻ, ഐ എം ഫ്രം ഇന്ത്യ, ഐ എം ഫ്രം കൈരല, ഐ എം ഫ്രം കേരള. ഉമരി സമാനിയ അഷറ സന, ഐ എം 80 years old. അന ത്വാലിബുൻ ഫിൽ കുല്ലിയ, അന ത്വാലിബുൻ ഫിൽ കുല്ലിയ, ഐ ആം സ്റ്റുഡൻറ്റ് ഇൻ എ കോളേജ്. കുല്ലിയത്ത് കോളേജ്, ത്വാലിബ് സ്റ്റുഡൻറ്റ്. വഹിബുൽ ഖിറാഅ വ റിയാള, ഐ ലൈക്ക്. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ റീഡിംഗ് ആണ്, റിയാദത്ത് പറഞ്ഞാൽ സ്പോർട്സ് ആണ്. വായനയും സ്പോർട്സുമാണ്, കായികവുമാണ് എൻ്റെ താല്പര്യം. അർഗബു ഫി അൻ ഉസ്ബിഹ സിഹാഫിയം ഫിൽ മുസ്തഖ്ബിൽ. ഞാൻ ഭാവിയിലൊരു സിഹാഫിയ ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ബി എ ജേർണലിസ്റ്റ് ഇൻ ഫ്യൂച്ചർ. അബി ഇസ്മുഹു അബ്ദുള്ള, മൈ ഫാദർ ഹിസ് നെയിം ഈസ് അബ്ദുള്ള. അപ്പം ഓരോരുത്തർ പറയുന്ന സമയത്ത് നമ്മളെ നാട് പറഞ്ഞു, വീട് പറഞ്ഞു, പിതാവിൻ്റെ പേര് പറഞ്ഞു, നമ്മുടെ ആഗ്രഹം പറഞ്ഞു. പിന്നെ ഇനി പിതാവിനെ പരിചയപ്പെടുത്തുകയാണ്. ഹുവ റജുൽ അമാൽ, ഈസ് എ ബിസിനസ് മാൻ. ഉമ്മി റാഷിദ, മൈ മദർ റാഷിദ. ഹിയ റബ്ബത്തുൽ ബൈറ്റ്സ്, ഷീ ഈസ് ഹൗസ് വൈഫ്. ലി ഉഖ്താനി വാഹ്, എനിക്ക് 2 സഹോദരിമാരും ഒരു സഹോദരനുമുണ്ട്. ഐ ഹാവ് 2 sisters and a brother. വഹും തുല്ലാബുൻ ഫിൽ മദ്രസ, ദേ ആർ സ്റ്റുഡൻസ് ഇൻ സ്കൂൾ. തുല്ലാബ് സ്റ്റുഡൻസ്, ത്വാലിബ് എന്നതിൻ്റെ ബഹുവചനമാണ് തുല്ലാബ്. മദ്രസത്ത് നമ്മൾ വിദ്യാലയം എന്നാണ് മദ്രസക്ക് അർത്ഥം വെക്കേണ്ടത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സ്കൂൾ എന്നാണ് അർത്ഥം വെക്കുക. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നിന്ന് നമ്മൾ പുല്ലിംഗ പദങ്ങൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ആണായ ആൾ എങ്ങനെ പരിചയപ്പെടുത്തുന്നു എന്ന രീതിയിലാണെങ്കിൽ, ലാംഗ്വേജിൽ അറബി ഭാഷയിൽ സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് അറിയാലോ. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് അടുത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഇസ്മി റൈഹാന, എൻ്റെ പേര് റൈഹാന എന്നാണ്. മൈ നെയിം ഈസ് റൈഹാന. അവിടെ ഇസ്മി എന്ന് പറയുന്നിടത്ത് പുരുഷൻ പറയുമ്പോഴും സ്ത്രീ പറയുമ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അന ത്വാലിബത്തുൻ ഫിൽ ജാമിയ, ഐ ആം സ്റ്റുഡൻറ്റ് ഇൻ യൂണിവേഴ്സിറ്റി. ആയിഷു ഫി മദീനത്തി കാലിക്കൂത്ത്. ജാമിയ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയാണ്. നേരത്തെ കുല്ലിയ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറുതായിട്ട് നമ്മൾ ചില പദങ്ങൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. നമ്മളെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗത്തിൽ വരുന്ന, നമ്മുടെ പരീക്ഷ എഴുതുന്ന സമയത്തും വാക്യങ്ങൾ രൂപീകരിക്കുന്ന സമയത്തും പാരഗ്രാഫുകൾ എഴുതുന്ന സമയത്തൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ചില വാക്കുകൾ ഇതിനിടയിൽ വരുന്നുണ്ട്. അതങ്ങനെ അപ്പോൾ തന്നെ പഠിച്ചു പോകണം. ആയിഷു ഫി മദീനത്തി കാലിക്കൂത്ത്, ഐ ആം ലിവിങ് ഇൻ കാലിക്കറ്റ് ടൗൺ. മദീന എന്ന് പറഞ്ഞ ടൗൺ, നഗരം. കോഴിക്കോട് നഗരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. വഹിബു റസ്മ വൽ അഷ്ആൽ അൽ യദവിയ്യ. റസ്മ എന്ന് പറഞ്ഞാൽ ചിത്രം വര, ഡ്രോയിങ്, അതിനൊക്കെയാണ് റസ്മ എന്ന് പറയാം. അഷ്ആൽ യദവിയ്യ എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ്, കരകൗശല വിദ്യ എന്ന് പറയുമല്ലോ. ഒഹിബു അർ റസ്മ വൽ അഷ്ആൽ അൽ യദവിയ്യ.
അസ്തംതിഉ ബിഖിറാഅത്തി റിവായാത്തി താരിഖിയ. ഐ am enjoying reading ഹിസ്റ്റോറിക്കൽ നോവൽസ്. ആ റിവായാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോവൽസ് ആണ്. റിവായത്ത് എന്നതിൻ്റെ ബഹുവചനാണ് റിവായാത്ത്. താരിഖിയ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ. ഇനി ഫാമിലിയെ എങ്ങനെ പരിചയപ്പെടുത്തുന്നു മറ്റൊരു രീതി നോക്കൂ. ഉസ്രത്തി മുക്കവ്വനത്തുൻ മിൻ ഹംസത്തി അഫ്രാദ്. ഉസ്രത്തി മുക്കവ്വനത്തുൻ മിൻ ഹംസത്തി അഫ്രാദ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ചൊന്ന് വ്യത്യാസമാക്കിയിട്ട് എൻ്റെ കുടുംബം 5 പേർ ചേർന്നതാണ്. 5 പേർ ചേർന്നതാണ്. വാലിദി വവാലിദത്തി, മൈ ഫാദർ, മൈ മദർ, വഹിയൽ അക്ബർ, വലിയ സഹോദരൻ, വഖ്തിയ സുഹറ, ചെറിയ സഹോദരി. അപ്പം ആ രീതിയിൽ വേറൊരു രീതി, അറബിയിൽ പരിചയപ്പെടുത്തുന്ന വേറൊരു രീതി. വാലിദി യാമലു തബീബൻ വവാലിദത്തി മുഹന്ദിസത്തുൻ. വാലിദി യാമലു തബീബൻ, മൈ ഫാദർ ഈസ് എ ഡോക്ടർ ആൻഡ് മൈ മദർ ഈസ് എൻ എൻജിനീയർ. അപ്പോൾ അവിടെ പിതാവിനെയും മാതാവിനെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, യഥാർത്ഥത്തിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഫാദറിനെയും മദറിനെയും പറയണം. ഒരു എക്സാമിനൊക്കെ നമ്മളെപ്പോഴും നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ളൊരു സോണ് ഇതുപോലെ തബീബ്, മുഹന്ദിസ് അങ്ങനെയുള്ള ജോലികൾ നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കുന്നതായിരിക്കും. എഴുതാനും പറയാനൊക്കെ ഒരു സൗകര്യം. അഹ്ലുമു ബിഅൻ ഉസ്ബിഹ മുഅല്ലിമത്തൻ ഫിൽ മുസ്തഖ്ബിൽ. അവിടെ നേരത്തെ പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്, നേരത്തെ ആ ഒരു മോഡലിൽ പറഞ്ഞത്. ഇവിടെ ഞാൻ സ്വപ്നം കാണുന്നു. അഹ്ലുമു ബിഅൻ ഉസ്ബിഹ മുഅല്ലിമത്തൻ ഫിൽ മുസ്തഖ്ബിൽ. ഫ്യൂച്ചറിൽ ഒരു ടീച്ചറാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രീം ചെയ്യുന്നത്. അനകുന മുഅല്ലിമത്തൻ അൻ ഉസ്ബിഹ മുഅല്ലിമത്തൻ ഫിൽ മുസ്തഖ്ബിൽ. ഇപ്പോൾ 2 മോഡലുകളാണ് പറഞ്ഞത്. ഒന്നാമത്തെ മോഡൽ നമ്മൾ എങ്ങനെ പരിചയപ്പെടുത്തും എന്നുള്ളതിൻ്റെ ഒരു പുരുഷ ഭാഗത്തു നിന്നും ഒരു സ്ത്രീ ഭാഗത്തു നിന്നുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇനി ഈ മറ്റൊരു സ്റ്റൈലാണ് നമ്മൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക. താരീഫ് ഷഖ്സിൻ ആഖർ, ഇൻട്രൊഡ്യൂസിങ് അതേഴ്സ്. അൽ മിസാലുൽ അവ്വൽ, അതിൻ്റെ മോഡൽ. മർഹബൻ ബിക്കും, ഹലോ, വെൽക്കം. ഇന്നി റാജിഫ്, റാജിഫ്. അവദ്ദു അൻ ഉഖദ്ദിമ ലക്കും സദീഖി അൽ അസീസ്. എൻ്റെ കൂട്ടുകാരൻ അസീസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹദാ ഹുവ സദീഖി ഉമർ അൽ മുഖ്താർ. അവദ്ദു അൻ ഉഖദ്ദിമ ലക്കും സദീഖി അൽ അസീസ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹദാ ഹുവ സദീഖി ഉമർ അൽ മുഖ്താർ. ഇതെൻ്റെ കൂട്ടുകാരൻ. സദീഖി അൽ അസീസ് എന്ന് പറഞ്ഞാൽ കത്തൊക്കെ എഴുതുമ്പോൾ സദീഖി അൽ അസീസ് എന്ന് എഴുതുമല്ലോ, പ്രിയപ്പെട്ട കൂട്ടുകാരാ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹദാ ഹുവ സദീഖി ഉമർ അൽ മുഖ്താർ. ഇതെൻ്റെ കൂട്ടുകാരൻ ഉമർ മുഖ്താറാണ്. ഹുവ മിൻ ഹൈദരാബാദ്, ഹീസ് ഫ്രം ഹൈദരാബാദ്. ഹുവ ത്വാലിബുൻ ഫി ഖിസ്മിൽ കീമിയ, ഹീസ് സ്റ്റുഡൻറ്റ് ഇൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. അല്ലാന ഹുവ ഖാദിമുൻ മിൻ ഖിസ്മിഹി, നൗ ഹീസ് കമ്മിങ് ഫ്രം ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ്. യാരിഫു ബാദൽ കലിമാത്തിൽ മലയാളമിയ, ഹീ നോസ് സം വേർഡ്സ് ഓഫ് മലയാളം. അവന് മലയാളമൊക്കെ കുറച്ചറിയാം. അങ്ങനെ നമ്മളൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു മലയാളിയായ ഒരാൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനത്തെ ചെറിയ വേർഡ്സൊക്കെ ഉപയോഗിക്കുമല്ലോ. വഹുവ ലായിബു മുംതാസ് ഫി ലാബി ക്രിക്കറ്റ് വോളും ഫി ഫരിയഖിൽ കുല്ലിയ. അവന് ഒരു എക്സലൻറ്റ് പ്ലെയറാണ്. ലായിബ് മുംതാസ് എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് പ്ലെയർ, ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ. ഫി ലാബി ക്രിക്കറ്റ്, ക്രിക്കറ്റ് കളിയിൽ. അപ്പോൾ ഇവന് സ്റ്റുഡൻ്റാണ്, കെമിസ്ട്രി സ്റ്റുഡൻ്റാണ്, അതോടൊപ്പം നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ കൂടിയാണ്. അപ്പോൾ ഒന്നും ഫി ഫരിയഖിൽ കുല്ലിയ, അതോടൊപ്പം ഈസ് മെമ്പർ ഓഫ് കോളേജ് ടീം. ഫരിയഖുൽ കുല്ലിയ എന്ന് പറഞ്ഞാൽ കോളേജ് ടീം എന്ന ഉദ്ദേശം. അപ്പോൾ കോളേജ് ടീമിലെ ക്രിക്കറ്റ് പ്ലെയറാണ്. വഹുവ യുഹിബ്ബു സഫർ വഷിത്രഞ്ച് ഐലൻ. അവന് യാത്ര ഇഷ്ടപ്പെടുന്നു. വഷിത്രഞ്ച്, ഷിത്രഞ്ച് എന്ന് പറഞ്ഞാൽ ചെസ്സും ഇഷ്ടപ്പെടുന്നു. പിന്നെ യതമന്ന യുസ്ബിഹ മുഹന്ദിസം ഫിൽ മുസ്തഖ്ബിൽ. ഭാവിയിൽ ഒരു മുഹന്ദിസ് ആവാനാണ് അവൻ്റെ താല്പര്യം, എഞ്ചിനീയർ ആവാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒരു പുല്ലിംഗ രീതി ആണ് പറഞ്ഞതെങ്കിൽ ഇനി സ്ത്രീലിംഗത്തിലേക്ക് കടക്കാം. മുദക്കർ പറഞ്ഞു, ഇനി മുഅന്നസായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാമെന്നുള്ളത്. ഹാദിഹി ഹിയ ഉഖ്തിയ സുഹറ സ്വാലിഹ. ഇതെൻ്റെ ചെറിയ സഹോദരി സാലിഹ. ഹിയ ദാരിസ ഫിൽ കുല്ലിയ അൽ അറബിയ. അവൾ അറബിക് കോളേജ് സ്റ്റുഡൻ്റാണ്. ദാരിസ പഠിക്കുന്നവളാണ്, സ്റ്റുഡൻ്റ് തന്നെ. വഹിയ ത്വാലിബ മുംതാസ ജിദ്ദ. അപ്പോൾ 2 പദങ്ങൾ സ്റ്റുഡൻറ്റ്, വിദ്യാർത്ഥി എന്നുള്ളതിന് നമ്മൾ പഠിച്ചു. ഒന്ന് ദാരിസുൻ, ദാരിസ, മറ്റൊന്ന് ത്വാലിബുൻ, ത്വാലിബ. ഹിയ ദാരിസ ഫിൽ കുല്ലിയ അൽ അറബിയ വഹിയ ത്വാലിബ മുംതാസ ജിദ്ദ. ഷീസ് എൻ എക്സലൻറ്റ് സ്റ്റുഡൻറ്റ്.
വളരെ കഴിവുള്ള സമർത്ഥയായ വിദ്യാർത്ഥിനി ആണ് അവൾ. ലഖദ് ഹസലത്ത് അലൽ അദീദ് മിനൽ ജവായിസ്, അവൾക്ക് ധാരാളം ജവായിസ് എന്ന് പറഞ്ഞ അവാർഡ്സ്, സമ്മാനങ്ങൾ, ട്രോഫികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിരവധി അവാർഡുകൾ വാങ്ങി കുട്ടികളാണ് അവൾ. വഹിയ മഹബൂബ ഫിൽ ഉസ്റ, കുടുംബത്തിലും വളരെയധികം ഇഷ്ടപ്പെട്ടവളാണ് അവൾ. ഹിവായത്തുഹ തബഹ് തദ്രീസ്, അവരുടെ ഹോബി പാചകം ചെയ്യലൊക്കെയാണ്. ഇനി ചില അറബി സംഭാഷണങ്ങളുടെ മോഡലുകളാണ്. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, കൈഫ ഹാലിക് ബിഖൈർ അൽഹംദുലില്ലാ. ഇതൊക്കെ ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നു, മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നു. അങ്ങനത്തെ രീതികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് കുറേ സംഭാഷണങ്ങളിലേക്ക് കടക്കാം, സംഭാഷണങ്ങൾ പറയാം. ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ചില രൂപങ്ങളാണ്. സൽമാൻ തമാം അൽഹംദുലില്ലാ, കൈഫൽ ഹാൽ എന്ന് വെച്ചാൽ അതിന് സെയിൻ തമാം എന്നൊക്കെ മറുപടി പറയുമല്ലോ. ഹാമിദ് മസ്മുക്ക ഷുസ്മക്, അവർ രണ്ട് പ്രയോഗങ്ങൾ പറയുന്നു. മസ്മുക്ക, വാട്ട്സ് യുവർ നെയിം എന്നുള്ളതിന് സാധാരണ ചോദിക്കുന്ന നമുക്കൊക്കെ പരിചയമുള്ള ഒരു വാക്കാണ് മസ്മുക്ക. സ്പോക്കൺ അറബിക്കിൽ ചോദിക്കുന്നതാണ് ഷുസ്മക് എന്ന്. ഇസ്മി സൽമാൻ വസ്മുക്, ഇസ്മി ഹാമിദ്, മീ അയ്യി ബലദിൻ അൻത. ഇവിടെ കോൺവെർസേഷൻ തയ്യാറാക്കുമ്പോൾ അതിന് ചെറിയൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉത്തരം പറഞ്ഞ ഉടനെ അതിൽ തന്നെ ചോദ്യം. മിൻ അയ്യി ബലദിൻ അൻത, അന മിൻ ഇൻജൽത്തറ, ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നാണ്. വ അൻത മിൻ വൈൻ, അവിടെ വൈൻ എന്നുള്ളൊരു പ്രയോഗം. വ ഐന അൻത എന്നാണ് ചോദിക്കേണ്ടത്. അത് സ്പോക്കണിൽ വരുന്ന ഒരു രീതിയാണ് വൈൻ. ഐന എന്നുള്ളത് ചുരുക്കിയിട്ട് സ്പോക്കൺ അറബിക്കിൽ വൈൻ എന്ന് ചോദിക്കും. ഹാമിദ് അന മിനൽ ഹിന്ദ്. സൽമാൻ മാദാ തഅമലു ഫിൽ ഹിന്ദ്. ഹാമിദ് അന താജിർ വമാ ഷൗലുക, ഞാൻ ബിസിനസ്മാൻ ആണ് അല്ലെങ്കിൽ കച്ചവടക്കാരനാണ്. വമാദാ ഷൗലുക്, വാട്ട്സ് യുവർ ജോബ്. സൽമാൻ അന അഷ്തഗിൽ ഉസ്താദൻ ഫി ജാമിയത്തി ഖത്തർ. ഉസ്താദ് എന്നുള്ളതിന് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പ്രൊഫസർ എന്നാണ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം വരുമ്പോൾ അർത്ഥം വരുന്നത്. ഞാൻ ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, ഫി ഖിസ്മി താരീഖ് ഇൻ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്. ഹാമിദ് മൻ ഹാദിഹി സയ്യിദ മാക്ക, ആരാണ് നിങ്ങളുടെ കൂടെ ഈ മിസ്സിസ് ആരാണ്? സൽമാൻ ഹിയ സൗജത്തി ആയിഷ, ഷീ ഈസ് മൈ വൈഫ് ആയിഷ. ഹിയ ഉസ്താദ ആയില, അവളും പ്രൊഫസറാണോ? ഞാൻ ഹിയ ഉസ്താദ ഫി ഖിസ്മി ലുഗൽ അറബിയ ഫി നഫ്സുൽ ജാമിയ. ഈ നഫ്സുൽ ജാമിയ എന്ന് പറഞ്ഞാൽ സെയിം യൂണിവേഴ്സിറ്റി, അവർ അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അറബിക് പ്രൊഫസറാണ്. ഹാമിദ് അന സായിദ് മാരിഫത്തിക്, നൈസ് ടു മീറ്റ് യു. ശുക്രൻ മഅസ്സലാം, ശുക്രൻ താങ്ക് യു, മഅസ്സലാമ ഗുഡ് ബൈ, ഇലൽ ലിഖാ സീ യു. ഈ പദങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സസൈസുകളൊന്ന് വായിച്ചു നോക്കി. ഇതിൻ്റെ എക്സസൈസുകളിൽ നമുക്കറിയാവുന്ന ഹർഫ് ജർ, അതിൻ്റെ ഉപയോഗങ്ങൾ, ഇസ്തിഫാമുകൾ ഒക്കെ പറയുന്നുണ്ട്. അതുകൂടെ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.